ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഇൻറ്റ്യൂഷൻ പ്രോസസ്സിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ പ്രകടനം കാഴ്ചക്കാരെ അതിശയിപ്പിക്കുന്നു. അയ്യന്തോൾ പുല്ലഴിയിലുള്ള ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികളായ സാവിത്രി, ധ്യാൻ എന്നിവരാണ് 2000-ലധികം വരുന്ന സദസ്സിനെ വിസ്മയിപ്പിച്ചത്. തൃശൂർ മണ്ഡലത്തിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കുന്നതിനായി തൃശൂർ MLA രാജൻ ജെ പല്ലൻ തൃശൂർ സെയിന്റ് മേരീസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച രാജകീയം എന്ന പ്രോഗ്രാമിലായിരുന്നു കുട്ടികളുടെ പ്രകടനം. കറുത്ത മാസ്ക് കൊണ്ട് കണ്ണുകൾ മറച്ച ശേഷം അവർക്ക് മുന്നിൽ കാണിക്കുന്ന ചിത്രങ്ങൾ തിരിച്ചറിയാനും എഴുതി കാണിക്കുന്ന വാക്കുകൾ വായിക്കാനും ഇവർക്ക് കഴിയുന്നു. ആണല്ലോ മൈക്ക് വരാട്ടോ. അണ്ണാൻ സ്ക്വിറലാണ് അല്ലേ? നിരഞ്ജന. ഇന്നലെ ഈ കുട്ടികളെ കണ്ടപ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾ വരുമ്പോൾ കാണിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഇവരെ വിളിച്ചു വരുത്തിയതാണ്. അവരോട് പ്രത്യേകം ഒന്ന് കൈയടിച്ച് എല്ലാവരും. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത് ആറാം ഇന്ദ്രിയമായ പ്രജ്ഞയുടെ സഹായത്തോടെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനും മുൻകൂട്ടി കാണാനുമുള്ള സിദ്ധിയാണ് പ്രജ്ഞയോഗ അഥവാ ഇൻറ്റ്യൂഷൻ പ്രോസസ്സിലൂടെ ലഭിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റ്യൂഷൻ പ്രോസസ്സ് പരിശീലിച്ചാൽ അത് അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകനായ ബ്രഹ്മചാരി ചിത് പ്രകാശ പറഞ്ഞു. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അല്ലേ? ആ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് ആറാമത്തെ ഒരു ഇന്ദ്രിയം, അതിനെയാണ് ഇൻറ്റ്യൂഷൻ അഥവാ പ്രജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കണ്ണ് കെട്ടിയിട്ട് കണ്ണില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനും വൈബ്രേഷനിലൂടെ മുൻകൂട്ടി കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ളൊരു സിദ്ധിയുണ്ട്. ഇത് യോഗയിൽ പണ്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു വിധിയാണ്. അത് ഇന്നത്തെ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് എന്നെ എൻ്റെ ഗുരു നിയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അല്ലേ? അപ്പോൾ കുട്ടികളൊക്കെ ഒരു നല്ല വഴിയിൽ കൂടി തന്നെ പോകണമെന്നൊരു നിർബന്ധമില്ലല്ലോ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞതിൽ തന്നെ കൃത്രിമമുണ്ട്. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ അധികമായാൽ അമൃത വിഷം എന്ന് പറയുന്ന പോലെ ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് വഴിതെറ്റാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ലഹരി, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് വലിയൊരു പദ്ധതിയിലൂടെ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ആബ്സല്യൂട്ടായിട്ടുള്ള ആബ്സല്യൂട്ട് ഇൻ്റലിജൻസ്, അതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രക്രിയയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. വിദ്യാഭ്യാസത്തിലെ മികവിന് മാത്രമല്ല, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് തിന്മകളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനും ശരിയായ സമയത്ത് ശരിയായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രജ്ഞയോഗ കുട്ടികളെ സഹായിക്കുന്നു. ഇൻറ്റ്യൂഷൻ അഥവാ പ്രജ്ഞയോഗ എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു യോഗിക് ടെക്നിക്കാണ്. അത് ആർട്ട് ഓഫ് ലിവിങ്ങിലെ ശ്രീ ശ്രീ രവിശങ്കർജി ഇന്ന് ഒരു റെവല്യൂഷൻ പോലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് ടെൻസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ് പഠിക്കാനായിട്ട്. ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളുടെ കുട്ടികളുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് കുറയ്ക്കാനും പാരൻസ് കുറച്ച് സമാധാനത്തോടുകൂടി കുട്ടികളോട് കൂടി ഇടപഴകാനും ഒക്കെ സാധിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻറ്റ്യൂഷൻ പ്രോസസ്സ്. ഇൻറ്റ്യൂഷൻ പ്രോസസ്സ് പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ സാധാരണ നമ്മൾ കാണുന്നത് അവരുടെ ഗ്രേഡ്സിലൊക്കെ മാറ്റം വരും, ടാലൻസിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. ആൻഡ് അവർ വളരെ സ്ട്രെസ് ഫ്രീ ആണ്, എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ അവർക്ക് മുൻകൂട്ടി എല്ലാം കാണാനായിട്ടുള്ളൊരു ഗ്രഹണശക്തി ഇൻറ്റ്യൂഷനിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളുടെ വെക്കേഷൻ അല്ലാത്ത സ്കൂൾ ഗോയിങ് ഡേയ്സിൽ 17 ദിവസത്തെ ഒരു പ്രാക്ടീസാണ് പറയുന്നത്. അപ്പോൾ വീക്കെൻഡ്സിൽ 3 ദിവസങ്ങളായിട്ടാണ് നമ്മൾ കൊടുക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കും. ടോട്ടൽ 17 ഡേയ്സിൻ്റെ ഒരു പാക്കേജാണ്. അതിപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മിക്കവാറും മിഡ് ജൂലൈയിൽ ഒരു ഇൻറ്റ്യൂഷൻ പ്രോഗ്രാം തൃശ്ശൂരിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പാരൻസും കുട്ടികളെ വിടുന്നത് നന്നായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഒരു അവേക്കണിങ് ആയിരിക്കും, ഒരു എൻലൈറ്റൻമെൻറ്റ് ആയിരിക്കും ഇൻറ്റ്യൂഷൻ പ്രോഗ്രാം കഴിയുന്ന കുട്ടികൾക്കൊക്കെ. അവർക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ഗ്രഹിക്കാനും ഒപ്പം തന്നെ വൈബ്രേഷനിലൂടെ ശരിയേത് തെറ്റേതെന്ന് ഒക്കെ മനസ്സിലാക്കാനും സാധിക്കും. ഇൻറ്റ്യൂഷൻ വേറെ ഒന്നുമില്ല, റൈറ്റ് തോട്ട് അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ് ഇൻറ്റ്യൂഷനെ പറ്റി പറയേണ്ടത്. അപ്പോൾ അത് ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിദ്ധി പോലെയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയും. ടീച്ചേഴ്സും പാരൻസും അതുപോലെ ചുറ്റിലുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ കുറേ കൂടി സ്ട്രോങ് ആവും.
കൂടുതൽ സ്മൈൽ, പുഞ്ചിരിയോടുകൂടി അവർക്ക് സ്കൂളിലേക്ക് പോകാനും തിരിച്ചു വരാനും സാധിക്കും. എല്ലാ റിലേഷൻഷിപ്പിലും അവർക്കൊരു കോർഡിയാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും ഇൻറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ള കുട്ടികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ റിസർച്ച് അതിനെപ്പറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളുടെ കുട്ടികൾക്ക് എല്ലാ പാരൻസും ഇത് കൊടുക്കാൻ തയ്യാറാവണം. അത് കൊടുക്കുന്നതോടുകൂടി കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഒരു ഓൾറൗണ്ട് എക്സലൻസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രജ്ഞയോഗ പരിശീലനം കുട്ടികളിൽ പഠനത്തിലും പെരുമാറ്റത്തിലും കലാപരമായ കഴിവുകളിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയെന്ന് സാവിത്രിയുടെ പിതാവ് രഞ്ജിത്ത് കുമാർ പറഞ്ഞു. എൻ്റെ പേര് രഞ്ജിത്ത്, വീട് അയ്യന്തോളാണ്. എൻ്റെ മകളാണ് സാവിത്രി. 2025 ഇൻഡ്യൂഷൻ പ്രോസസ്സ് കോഴ്സ് ചെയ്തത്. തൃശ്ശൂർ ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററിലാണ് ചെയ്തത്. സാവിത്രി ഇപ്പോൾ പഠിക്കുന്നത് ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ പുല്ലഴിയിലുള്ള സ്കൂളിലാണ്. സാവിത്രി ദിവസേന ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സാവിത്രിയിൽ കണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെങ്കിൽ, സാവിത്രി വളരെ റിലാക്സ്ഡ് ആയി. അതുപോലെ തന്നെ സാവിത്രിക്ക് കുറച്ചും കൂടി വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതും, അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള വരയ്ക്കാനുള്ള കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാൻ തോന്നി തുടങ്ങി എന്നുള്ളതാണ് സാവിത്രിയുടെ ഒരു എഡ്യൂക്കേഷണൽ ആൻഡ് പേഴ്സണൽ ബിഹേവിയറിൽ ഞങ്ങൾ നോട്ടീസ് ചെയ്തത്. പിന്നെ ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ എനിക്കും എൻ്റെ വൈഫിനും കുട്ടികൾക്ക് പ്രത്യേകിച്ച് വേണ്ട സമയത്ത് തോന്നിക്കുക എന്നുള്ളൊരു കഴിവ് ഉണ്ടാക്കി കൊടുക്കണം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതും കൂടി കൊണ്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് കുട്ടിയെ ചെയ്യിച്ചത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ റിക്വസ്റ്റും കൂടിയാണ്, എല്ലാ പാരൻസും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോഴ്സ് ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചിരിക്കണം. കാരണം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ലോകം അത്രയും കോമ്പറ്റീറ്റീവാണ്, സ്ട്രെസ് ഉള്ളതാണ്. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്യാനും അവർ ദിവസേന ചെയ്യുന്ന പ്രാക്ടീസിലൂടെ അവർക്ക് വളരെയധികം ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പഠനത്തിന്റെ സ്ട്രെസ് കുറയ്ക്കാനും സ്വയം മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ പഠനഭാരം ലഘൂകരിക്കാനും വിവിധ കായിക വിനോദങ്ങളിൽ മികച്ച രീതിയിൽ മുന്നേറാനും മകന് കഴിയുന്നതായി ധ്യാനിന്റെ പിതാവ് അനൂപ് സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ അനൂപ് സുരേന്ദ്രൻ, ഞാൻ പ്രൊഡക്റ്റ് ഡിസൈനറാണ്. ധ്യാൻ എൻ്റെ മകനാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ അറൗണ്ട് ഒക്ടോബറിലാണ് ധ്യാൻ ഇൻഡ്യൂഷൻ പ്രോസസ്സിൽ ഇനീഷ്യേറ്റഡ് ആവുന്നത്. അപ്പോൾ ആൾ റെഗുലറായിട്ട് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഇതിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവൻ്റെ പ്രീവിയസ് സ്കൂളിലെ പേര് ഞാനെടുത്ത് പറയുന്നില്ല, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആയിരുന്നു. CBSE സ്കൂൾ തന്നെയായിരുന്നു. പക്ഷേ ദ എമൗണ്ട് ഓഫ് ഹോം വർക്കുകൾ, ഈവൻ വെക്കേഷൻ ടൈമിൽ തന്നെ ആൾക്ക് കുറേ ഹോം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് വീട്ടിൽ വിസിബിൾ ആയിരുന്നു. അപ്പോഴാണ് വൈഫാണ് ഇതിൻ്റെ മുൻകൈ എടുത്ത് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തും യൂട്യൂബിൽ ഇത് കാണാനിടയായത്. ഒരു ശ്രേയ എന്ന് പറഞ്ഞൊരു മാഡത്തിൻ്റെ ഒരു വീഡിയോ അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ആർട്ട് ഓഫ് ലിവിങ് എൻ്റെ കോഴ്സ്. അപ്പോൾ അങ്ങനെ കാണാനിടയായതും തൃശ്ശൂർ TOKയിലാണ് ഇത് സ്വാമിജി ചിത്രകാശ ആണ് ഇനീഷ്യേറ്റ് ചെയ്തത്, പിന്നെ ധ്യാൻ്റെ ഗുരു. അപ്പോൾ ധ്യാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ധ്യാനിൽ കാണുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഇൻ സ്റ്റഡീസ് ഒബ്വിയസ്ലി ആൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയി. ഇപ്പോൾ എക്സാം ടൈമിലായാലും ആൾക്ക് അങ്ങനെ സ്ട്രെസ് ഒന്നുമില്ല. മാർക്ക് വളരെ ഇമ്പ്രൂവ്ഡ് ആണ്. ഇപ്പോൾ സ്കൂൾ മാറി, ഇപ്പോൾ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ പുലയിലാണ് ആൾ പഠിക്കുന്നത്. അപ്പോൾ ഹീസ് റിയലി എൻജോയിങ് ദ ജേർണി. അപ്പോൾ എസ്പെഷ്യലി വൈഫും കുറേ പാർട്ടിസിപ്പേറ്റഡ് ആയിരുന്നു ഈ അവൻ്റെ എഡ്യൂക്കേഷനിൽ. പക്ഷേ ഇപ്പോൾ വൈഫിൻ്റെ ഒരു ഹെൽപ്പോ അസിസ്റ്റൻസോ ഇല്ലാതെ തന്നെ അവന് താൻ തന്നെ പഠിക്കാനും എക്സാമിൽ നന്നായി പെർഫോം ചെയ്യാനും പറ്റുന്നുണ്ട്. അതാണ് വലിയൊരു കാര്യം. ലൈക്ക് ദർ ഈസ് സോ മച്ച് പീസ് അറ്റ് ഹോം. അതുമാത്രമല്ല, പിന്നൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പോൾ ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ ആവശ്യമുള്ള ലൈക്ക് ഷട്ടിൽ ബാഡ്മിൻ്റൺ പോലത്തെ കളി, അങ്ങനത്തെ സ്പോർട്സിലും അവൻ മച്ച് ബെറ്റർ ആണ് ഇപ്പോൾ. അപ്പോൾ നോട്ട് ജസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ, ബാക്കി കഴിവുകളിലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ് എ പാരൻറ്റ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഹി ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ഇൻ ദിസ് പീരീഡ്. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറയുകയാണ്, പ്രൊമോട്ട് ചെയ്യാൻ മാത്രമല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിസിബിളായിട്ടുള്ള ചേഞ്ചാണ് കുട്ടികളിൽ ഈ പറയുന്നത്. 2026 ജൂലൈ മാസത്തിൽ തൃശ്ശൂരിൽ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഇൻറ്റ്യൂഷൻ പ്രോസസ്സിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് അവസരമുണ്ടായിരിക്കും. ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, കാരണം ഇതിനൊരു പ്രായത്തിൻ്റെ പരിധിയുണ്ട്. കാരണം ഏറ്റവും കുറഞ്ഞത് 5 വയസ്സാണ്. പക്ഷേ 8 വയസ്സ് മുതലെങ്കിലും അത് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഞങ്ങളുടെ എക്സ്പീരിയൻസും ഒരു റിക്വസ്റ്റും. മാക്സിമം 18 വയസ്സാണ്. പക്ഷേ എത്രയും ചെറുപ്പത്തിൽ കുട്ടിയെ കൊണ്ട് ചെയ്യുന്നു അത്രയും റിസൾട്ട്സ് അത് കൂടുതലാണ്. കാരണം അത് കുട്ടികൾക്ക് വളരെയധികം ഗുണം ചെയ്യും അവരുടെ ജീവിതത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിനും 9074936632